നമ്മളെ ഇന്നത്തെ ഇമോഷനിലോട്ട് കിടക്കുന്നതിന് മുമ്പേ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ആക്ട്രസ് ഉണ്ട്. ഉം. നിനക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. ഈസിലി മലയാളം ആക്ട്രസ്. ഓക്കെ, ടോപ്പ് ഓഫ് her കരിയറിൽ നിന്നപ്പം പുള്ളിക്കാരി ബ്രേക്ക് എടുത്തു. ഒരു 14 to 15 years കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെയും തിരിച്ച് ഇൻഡസ്ട്രിയിലേക്ക് വന്നു. ഉം. ആൻഡ് ഇപ്പോഴും ഹിറ്റ്സ് ആഫ്റ്റർ ഹിറ്റ്സ് തന്നുകൊണ്ടിരിക്കുക. ആരാന്നൊന്ന് ഗസ് ചെയ്യാമോ? ഓ, 2-3 ആൾക്കാരുണ്ട്. പക്ഷെ നിനക്ക് ഇത്രയും ഇഷ്ടമായതുകൊണ്ട് ഞാൻ 2 ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിക്കും. ഉം. അത് കറക്റ്റ് ആണെങ്കിൽ ഞാൻ ഗസ് ചെയ്യാം. ഓക്കെ. ഓക്കെ. ഫസ്റ്റ് ലെറ്റർ ആൽഫബറ്റ് എം ആണോ? അതെ. അവരുടെ സർനെയിമിന്റെ ഫസ്റ്റ് ലെറ്റർ ഡബ്ല്യു ആണോ? മഞ്ജു വാര്യർ കേട്ടോ. അങ്ങനെ നീ ഗസ് ചെയ്യണ്ട, ഞാൻ പറയാം. മഞ്ജു വാര്യർ ഭയങ്കരമായിട്ട് ഞാൻ അഡ്മയർ ചെയ്യുന്ന ഒരു ആക്ട്രസ് ആണ്, അല്ലേ? ഞാൻ എല്ലാവരും അപ്പോൾ എനിക്ക് എന്താണെന്ന് പറയുക, അവരിങ്ങനെ സ്റ്റേജിൽ കയറുമ്പോഴും എന്തെങ്കിലും ഇനോഗ്രേഷൻ ഫംഗ്ഷന് പോകുമ്പോഴും തരുന്ന ആ സ്പീച്ചൊക്കെ ഇല്ലേ, ഞാൻ കേട്ടുകൊണ്ടിരിക്കാൻ എന്ത് രസമല്ലേ. ഐ റിയലി ട്രൂലി അഡ്മയർ ഹർ. ഓ, അഡ്മിറേഷൻ അല്ലേ? ആക്ച്വലി ഇത് എന്തൊരു നല്ല ഇമോഷനാന്ന് അറിയൂടാ. നമ്മുടെ കുറേ പോസിറ്റീവ് ഇമോഷനെ ട്രിഗർ ചെയ്യുന്ന ഒരു ഇമോഷൻ അഡ്മിറേഷൻ. എന്താ പറയുക, ഒരു റെസ്പെക്റ്റ്, ഇൻസ്പിറേഷൻ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് തോന്നും. എന്താ പറയുക, ലൈഫിൻ്റെ ഒരു എന്താ പറയുക ഡിലൈറ്റ്ഫുൾ ഇമോഷൻ എന്ന് പറയാം അഡ്മിറേഷന്. അതെ, നമ്മൾ ഈ അഡ്മിറേഷൻ എന്ന് കേൾക്കുമ്പം ആക്ച്വലി നമ്മുടെ മനസ്സിലേക്ക് കുറേ പോസിറ്റീവ് കാര്യങ്ങളാണ് വരുന്നത്. അപ്പം ഒരു കോയിന് 2 സൈഡ് ഉള്ളതുപോലെ തന്നെ ഇതിനും പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. അപ്പോൾ പോസിറ്റീവ് എല്ലാവർക്കും അറിയുന്ന പോലെയും ഗോപു ഇപ്പോൾ പറഞ്ഞതുപോലെ നമ്മൾ അഡ്മയർ ചെയ്യുന്നത് ചില ക്വാളിറ്റീസിന് നമ്മൾക്ക് ഇമ്പോർട്ടൻസ് തോന്നുന്ന കുറച്ച് ക്വാളിറ്റീസ് ആണ്, അല്ലേ? അത് നമുക്ക് അഡ്മയർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ആ റെസ്പെക്റ്റ് വരുന്നത് കൊണ്ടാണ്. അപ്പം നമ്മളുടെ ഉള്ളിൽ ഒരു ഗുഡ്നെസ് ഉള്ളത് കാരണമാണ് നമുക്ക് വേറെ ഒരാളുടെ ഒരു ക്വാളിറ്റിയെ അഡ്മയർ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്, അല്ലേ? ഇതൊക്കെ പോസിറ്റീവ് സൈഡ്. പക്ഷെ അത് നെഗറ്റീവ് സൈഡിലേക്ക് എങ്ങനെയാണ് പോണേന്ന് വെച്ചാൽ, നമ്മൾ ഒരാൾ ഒരുപാട് ഇഷ്ടം വരുമ്പോൾ ഗ്രാജുവലി നമ്മൾ നമ്മളെ തന്നെ കമ്പയർ ചെയ്യുന്നൊരു സംശയം. അവർക്ക് ഇതൊക്കെ ഉണ്ടല്ലോ, എനിക്കില്ലല്ലോ, ഞാൻ കുറച്ച് ലെസ്സായി പോയോ, എന്താണ് അതൊരു പ്രഷർ നമ്മുടെ ഉള്ളിൽ വരിക. പിന്നെന്താ, നമ്മൾ ഐ എം നോട്ട് ഇനഫ് എന്നൊരു തോന്നൽ വരുമെന്ന്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ അഡ്മിറേഷൻ വരുമ്പം അതിനെ മര്യാദയ്ക്കൊന്ന് ഹാൻഡിൽ ചെയ്താൽ ഈ കുറച്ച് നെഗറ്റീവ് സാധനങ്ങളല്ലേ ഉള്ളൂ, അതിനെ നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. എനിക്ക് തോന്നുന്നു നമ്മൾ അഡ്മയർ ചെയ്യുമ്പം നമ്മൾ ഒരാളുടെ ക്വാളിറ്റിയാണ് നമ്മൾ അഡ്മയർ ചെയ്യുന്നത്, നോട്ട് ദാറ്റ് ഹോൾ പേഴ്സൺ, അല്ലേ? ഇപ്പൊ മഞ്ജു വാര്യറിനെ എടുത്താൽ പുള്ളിക്കാരിയുടെ ആ ഒരു കാംനെസ്സും ഒരു കൈൻഡ്നെസ്സിനെയുമാണ് ഞാൻ അഡ്മയർ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ആ 2 ക്വാളിറ്റീസിനെയാണ് അവിടെ അഡ്മയർ ചെയ്യുന്നത്. അപ്പം നമ്മൾക്ക് എന്ത് പറ്റും എന്നറിയോ? കമ്പാരിസൺ കുറച്ച് കുറയ്ക്കാമെന്ന് തോന്നുന്നു. നമുക്കപ്പോൾ ആ ക്വാളിറ്റീസിൽ നിന്ന് പഠിക്കാനുള്ളത് നമുക്ക് പഠിക്കാം. നമുക്കും കുറച്ച് കൈൻഡ് ആവാം, നമുക്കും കുറച്ച് കാം ആവാം, അല്ലേ? വേണ്ടാത്തത് നമ്മൾ ഇഗ്നോർ ചെയ്യുക, അല്ലെങ്കിൽ അതിൽ നിന്ന് പഠിക്കാനുള്ളത് പഠിക്കുക. നമ്മളെ കൊണ്ട് പറ്റത്തില്ലാത്ത സാധനത്തിനെ നമ്മൾ അഡ്മയർ ചെയ്ത് വിടുക. അപ്പം എനിക്കൊന്ന് ഈ കമ്പാരിസണും സെൽഫ് വർത്ത് കുറഞ്ഞതായിട്ടും അല്ലെങ്കിൽ നമ്മൾ ഇന്നഫ് അല്ല, കോമ്പിറ്റൻ്റ് അല്ല എന്ന് തോന്നാതെ ഇരിക്കാൻ വേണ്ടി കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കുന്നു വിചാരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ അഡ്മിറേഷൻ സത്യം പറഞ്ഞാൽ ഒരു ഭയങ്കര പ്യുവർ ഇമോഷനാണ്. ഒരാളെ കണ്ടു, ഒരു ഡിമാൻഡും ഇല്ല, ഒരു പ്രഷറും ഇല്ല, ഒരു കമ്പാരിസണും ഇല്ല. നമുക്കിഷ്ടപ്പെട്ടു, നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇതേപോലെ ഇപ്പോൾ ആരെങ്കിലും ഒന്ന് നമ്മളടുത്ത് വന്നിട്ടെ എന്തെങ്കിലും ഒരു കാര്യം നമ്മളോട് എനിക്കിഷ്ടപ്പെട്ടു നിങ്ങളുടെ ഈ സ്വഭാവം അല്ലെങ്കിൽ ഈ കാര്യം എന്ന് പറയുമ്പോൾ നമുക്കൊരു നല്ല ഫീലിംഗ് അല്ലേ? അപ്പോൾ ഇതേപോലെ നമ്മൾക്കിപ്പോൾ ഒരാളുടെ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടാൽ നമ്മളൊന്ന് അവരുടെ അടുത്ത് പോയി അവരെ അപ്രീഷിയേറ്റ് ചെയ്ത് അവരെ നമ്മൾ അഡ്മയർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എക്സ്ചേഞ്ച് ഓഫ് നല്ല പോസിറ്റീവ് എനർജി അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അഡ്മിറേഷൻ ഒരു ഭയങ്കര നല്ല ഇമോഷനാണ്. ബ്യൂട്ടിഫുള്ളി നാച്ചുറലി വരുന്ന ഒരു ഇമോഷനാണ്. അപ്പോൾ അതൊരു ബ്ലെസ്സിങ്ങിൽ കൗണ്ട് ചെയ്യേണ്ടേ. ഒരു ദിവസം നമുക്കൊരു ഭംഗിയുള്ളൊരു സാധനം കാണാൻ പറ്റി, അല്ലെങ്കിൽ ഒരാളെ കാണാൻ പറ്റി, അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, നമ്മളും ഹാപ്പി, അവരും ഹാപ്പി. ഇറ്റ്സ് എ ബ്ലെസ്സിങ് ആക്ച്വലി. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് എക്കോസ് ഓഫ് ഹർ വിത്ത് റൺ ആൻഡ് ഗോ.